ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ അതിവിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം നൽകി തന്നു. അതിനെ ഞാൻ ദൈവത്തെ ധാരാളമായി സ്തുതിക്കുന്നു. പ്രിയ ടീച്ചർ പറയുകയുണ്ടായി തന്റെ ജീവിതത്തിൽ താൻ എങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു വന്നെന്ന് പറയുകയുണ്ടായി. നമ്മുടെ ബൈബിളിൽ നമ്മൾ പലരുടെയും ജീവിതങ്ങൾ വായിക്കുമ്പോൾ, ഇല്ല നമ്മൾ ബൈബിൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പലരുടെയും സാക്ഷ്യങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളും വചനങ്ങളായി വായിക്കുന്നത്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള ഓരോ വചനങ്ങൾ എടുത്ത് വായിച്ചാൽ പലരുടെയും കഥകൾ, ആ കഥകൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി തരേണ്ടതെല്ലാം നൽകി തരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഉത്സാഹത്തിന്, മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് വേണ്ടിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ മെസ്സേജ് എനിക്ക് ദൈവം തന്ന വചനത്തിൽ നിന്ന് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇന്നത്തെ എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച സന്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ എവിടെ ചവിട്ടി മുന്നോട്ട് കയറുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രിയ സാർ കടന്നു വന്ന്, സാറ് വിചാരിച്ചെല്ലാം തോന്നുന്നു 1-ാം സങ്കീർത്തനം താനിവിടെ കടന്നു വന്ന് വായിക്കുകയുണ്ടായി. 1-ാം സങ്കീർത്തനം വായിക്കുകയുണ്ടായതിനു ശേഷം നമ്മളിവിടെ വായിക്കാതെ കണ്ടതാണ് പ്രൊജക്ടറിൽ. അതിന്റെ 1-2 വചനങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാനും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 1, അതിന്റെ 1-2 വചനങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ ഏതോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗ്യം എന്താണ് എന്ന് 2-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവന്റെ ന്യായപ്രമാണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അതിൽ ആശ്രയിച്ചു മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എത്ര ഭാഗ്യവാനാണ് ഈ ഭൂമിയിൽ എന്ന വചനം നമ്മോട് പറയുന്നത്. ദൈവന്റെ മനസ്സിലേക്ക് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നമ്മൾ 15-ാം തീയതി നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിന് ശേഷം ഞാൻ ഇപ്പോഴും അതേ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ചില സമയത്ത് നമ്മുടെ മനസ്സിലുള്ള അതേ അവസ്ഥകളോടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പലപ്പോഴും അത് ചിലപ്പോൾ സന്തോഷത്തിന്റെ വാക്കുകളായിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ മാറ്റിക്കളയേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില തീരുമാനങ്ങളെ മാറ്റിക്കൊള്ളണം എന്നുള്ള ചെറിയൊരു സൂചനയുമായിട്ടായിരിക്കും ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പലവിധമായ കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ്, സത്യം പറഞ്ഞാൽ അന്ന് ഫാസ്റ്റിംഗ് ഉപവാസ പ്രാർത്ഥനയോടെ വന്നപ്പോൾ എനിക്കൊരു ആശയം, ഒരു ഹോപ്പില്ലായിരുന്നു. എനിക്കൊരു മനസ്സിൽ ഒരു ചിന്തയുമില്ലായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ വളരെ കുറവാണ് അങ്ങനെ ആരാധനകളിൽ പങ്കെടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യവും കടന്നു വരുന്നത് പോലെ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു എന്നാണ്. പക്ഷേ ആ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഡൗട്ടുകളെയും, ആ ഒരു ഇല്ലായ്മയുടെ അവസ്ഥയും മാറ്റിമറിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം എന്നിലേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ ആ അനുഭവത്തോട് ചേർന്ന് നിന്ന് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. 119-ാം സങ്കീർത്തനം 26-ാം വചനങ്ങൾ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. 110-ാം സങ്കീർത്തനം അവിടെ 26-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ വിചാരങ്ങളെ അവനോട് പറഞ്ഞപ്പോൾ, അതിനുശേഷം അവിടെ വചനം പറഞ്ഞിരിക്കുന്നത് അവൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി, നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു വിശാലമായ ഹൃദയത്തെ എനിക്ക് നൽകി തരണമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടുന്നത് എന്താണോ, ആ വചനം ആ ദിവസത്തേക്ക് വേണ്ടുന്നത് എന്താണോ, ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ആ ഒരു അനുഭവത്തിനെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മുന്നോട്ടുള്ള ചിന്തയ്ക്കായി യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 16-ാം വചനം വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. हिंदी लोगों के लिए जो प्रचार आप लोग पहले से सुन चुका है, जो याकूब की कहानी से आप लोग वही कहानी को याद रखना. याकूब എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ാം വചനം മാത്രം വായിക്കുക. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചമുള്ള പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് യാക്കോബിന്റെ ശേഷം ലേഖനം അതിന്റെ 1-ാം അധ്യായം 16-ാം വചനം. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. ചെറിയൊരു വാക്യമാണ്, ഓർത്തിരിക്കുവാൻ വളരെ ഈസിയായ ഒരു വാക്യമാണ്. അപ്പോൾ യാക്കോബ് എഴുതിയ ലേഖനത്തിലൂടെ നമ്മുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് 2 വാക്യങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പാകെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 22-ാം വചനം കൂടെ, 1-ന്റെ 22, അതിനുശേഷം 1-ന്റെ 26. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട്
തങ്ങളെ തന്നെ ചതിക്കാതെ അതിന് ചെയ്യുന്നവരായും ഇരിക്കുവിൻ. 26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സാക്ഷ്യങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനഭാഗത്തിന് അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുവാനും കേൾക്കുന്നവരായി മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരായി മുന്നോട്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനും ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമല്ല, അങ്ങയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ദുഷ്ടന്മാർ ജീവിക്കുന്ന, ഇല്ലെങ്കിൽ ഞങ്ങളെ വഞ്ചിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരിക്കലും വഞ്ചിക്കപ്പെടാതെ അങ്ങയുടെ ന്യായപ്രമാണത്തിൽ ദൈനംപ്രതി മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വീണ്ടും പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ പിതാവേ, ആമേൻ. അപ്പോൾ യാക്കോബ് എഴുതിയ സുവിശേഷത്തിൽ ചില വചനങ്ങൾ ഞാൻ വായിക്കുകയും നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേൾപ്പിച്ചു. സാധാരണ യാക്കോബ് എഴുതിയ ലേഖനം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ പലപ്പോഴും പേടിയോടുകൂടെയാണ് പല വാക്യങ്ങളും നമ്മൾ പരസ്യമായിട്ട് വായിക്കുന്നത്. എന്ന് വെച്ചാൽ യാക്കോബ് തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ, എന്നാൽ ഒരു സമയം തനിക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വിലയേറിയത് ഒരു കാര്യമായിരുന്നു തനിക്ക് മനസ്സിലായപ്പോൾ താൻ ഈ ലോകത്തോട് വിളിച്ച് അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാകണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെയാകണം, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ എങ്ങനെയാകണം, അവന്റെ സാമൂഹിക ജീവിതത്തിൽ അവൻ എങ്ങനെയാകണം എന്നുള്ളത് യാക്കോബ് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. അതിന്റെ 1:16 വചനത്തിൽ പറയുന്നത്, പ്രിയ സഹോദരന്മാരെ. അതിന്റെ ഒറിജിനൽ മൂലഭാഷയെ നമ്മൾ വായിക്കുമ്പോൾ ഓൺലി സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല, സഹോദരന്മാരെയും സഹോദരിമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവിടെ ബ്രദറൻ എന്നുള്ള അർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ഞാൻ പറയുന്നു, ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. അതിനുശേഷം ഞാനൊരു വചനം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു. അതിന്റെ 1-ാം അധ്യായത്തിന് 22 ആരെ വഞ്ചിക്കുന്നു എന്നുള്ളത് 22-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ വീണ്ടും ക്ലിയർ ആയിട്ട് പറയുകയാണ്. 22-ാം വചനം, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പിൻ. അപ്പോൾ ആരെ ചതിക്കുന്നു എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ 1-ാം അധ്യായത്തിൽ തന്നെ വിളിച്ചു പറയുന്നു. അതിനുശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ താൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ താൻ എങ്ങനെ ജീവിക്കണം ഈ ലോകത്ത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം എഴുതിയത് യാക്കോബ് തന്നെയാണ്, യേശുക്രിസ്തുവിന്റെ സഹോദരൻ. ഒരു നിമിഷം ഈ വചനങ്ങൾ താൻ എഴുതുവാനായിട്ടുള്ള പശ്ചാത്തലം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള സന്ദേശം എന്നുള്ളത്. യാക്കോബ് ഈ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുമ്പോൾ താൻ ഒരു പുരോഹിതനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം വായിച്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. താൻ യെരൂശലേം മന്ദിരത്തിൽ ഒരു പുരോഹിതനായിട്ട് ഇരുന്ന സമയത്താണ് തനിക്ക് ചില കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും താൻ ഈ കാര്യങ്ങളെല്ലാം കുറിച്ചു വെക്കുവാനിടയായതും. എന്നുവെച്ചാൽ താൻ ഈ ലേഖനം എഴുതിയത് അതിന്റെ 1-ാം അധ്യായം 2-ാം വചനം വായിച്ചാൽ 1-ാം അധ്യായം 1-ാം വചനം വായിക്കുമ്പോൾ ഇത് ആർക്കു വേണ്ടി എഴുതി എന്നുള്ളത് താൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. അപ്പോൾ 1-ാം അധ്യായം 1-ാം വചനത്തിൽ തന്നെ താൻ ആരാണ് എന്നുള്ളത് താൻ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയെങ്കിലും മുന്നോട്ടുള്ള സമയത്ത് ഈ ലേഖനത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പണ്ഡിതന്മാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഏത് യാക്കോബാണ്. കാരണം ഒരു യാക്കോബല്ല, പല യാക്കോബുകൾ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏത് യാക്കോബാണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 2-ാം വചനത്തിൽ തന്നെ പറയുന്നു, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ. ആ 12 ഗോത്രങ്ങളുടെ സന്ദർഭം, അനുഭവങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ഈ സത്യദൈവത്തെ അറിഞ്ഞ് അവർ മുന്നോട്ട് കടന്നു വന്നപ്പോൾ, ഈ സത്യവാനായ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ, അവർ താമസിച്ചിരുന്ന പല സ്ഥലങ്ങളിലും അവർക്ക് വളരെയധികം പീഡകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി തീർന്നു. അപ്പോൾ ഈ പീഡകൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പലരും ചിതറിപ്പാർക്കുവാനായിട്ടിടയായത്. എന്ന് വെച്ചാൽ കൂട്ടമായിട്ട് പാർക്കുവാൻ പറ്റത്തില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം 1 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരു മഹാപീഡയുണ്ടായപ്പോഴാണ് പലരും പല സ്ഥലങ്ങളിലേക്ക് അപ്പോൾ ചിതറിപ്പോയപ്പോൾ ശത്രു വിചാരിച്ചത് ശത്രുവിന്റെ ആ ഒരു ആലോചന
ശുദ്ധീകരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ സുവിശേഷത്തെ അവിടെ മണ്ണിട്ട് മൂടാമെന്നാണ്. പക്ഷേ ആ ചിതറിപ്പാർത്തപ്പോഴാണ് സുവിശേഷം ഈ ലോകമെമ്പാടും അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ യാക്കോബ് ഇത് എഴുതുവാനുള്ള ഒരു പശ്ചാത്തലം ഒന്നും കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിതറിപ്പാർത്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിതറിയിരിക്കുന്ന പല ഹൃദയങ്ങളോടാണ് യാക്കോബ് ഈ ലേഖനത്തിലൂടെ വിശ്വാസത്തിന്റെ ചില ഉറപ്പുകൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കേരളത്തിൽ വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയധികം വചനം, മെസ്സേജുകൾ, പ്രസംഗങ്ങൾ, പരസ്യയോഗങ്ങൾ, ഇത്രയധികം ചർച്ചുകൾ, മന്ദിരങ്ങൾ എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പണ്ടത്തെ ആ ഒരു ഉണർവ് ഇല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ മുമ്പാകെ ഹിന്ദി അവരും വന്നിരിപ്പുണ്ട്, രാജസ്ഥാനിൽ നിന്നൊക്കെ. ഇവരുടെ ഡൗട്ട് ഇതാണ്, ഇത്രയധികം പള്ളികളും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പഴയ ഒരു അനുഭവത്തിലേക്ക് ജനത്തിന് വരുവാൻ സാധിക്കുന്നില്ല? ഇപ്പോഴും പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ട് എന്ത് ജനങ്ങൾ ജീവിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ യാക്കോബ് താൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ എഴുതുന്ന ഒരു കാര്യമുണ്ട്, സത്യം നിങ്ങളുടെയും എന്റെയും മുന്നിൽ കേട്ടതിന് ശേഷം, ഇല്ലെങ്കിൽ സത്യത്തെ നമ്മൾ അറിഞ്ഞതിന് ശേഷം അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ തുച്ഛീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ ആരെ വഞ്ചിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. 1:22 നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. അതിനുശേഷം താൻ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട്, അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ബാക്കിയുള്ള ഓരോ അധ്യായങ്ങളിലൂടെയും താൻ ചില കാര്യങ്ങൾ എഴുതുന്നു. 2, 3, 4, 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, ചില വചനങ്ങൾ നമ്മൾ ഇപ്പോഴും വായിക്കുന്നതായിരിക്കും, ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തെ താൻ അങ്ങനെ തന്നെ ഓർത്തു വെച്ചുകൊണ്ട് താൻ ചില കാര്യങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷനായി എഴുതുകയാണ്, അതിനെ വിവരിച്ചുകൊണ്ട് എഴുതുകയാണ്. അപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ അനുഭവപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ഞാൻ ചിന്തിക്കുകയുണ്ടായി. നമുക്കറിയാം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം കുടുംബക്കാർ പോലും യേശു ക്രിസ്തുവിനെ നോക്കി പറഞ്ഞത് എന്താണ്? മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാം വചനം. മർക്കോസ് 3:21. യേശു ക്രിസ്തു ചില നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചില നല്ല ശുശ്രൂഷകൾ, വേലകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റെ കുടുംബക്കാർ തന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ആ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 3:21. അവന്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട്, എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ ചാർച്ചക്കാർ, തന്റെ കുടുംബക്കാർ ഇത് കേട്ടിട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുണ്ടായത്, യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം വളരെ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഒരാൾ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ട് അവര് വീണ്ടും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവന്റെ ആ പഴയ തെറ്റുകളായിരിക്കും. നമ്മൾ എത്ര മറന്നു ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിന്റെ കോണിൽ എവിടെയോ ആ പഴയ കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് യാക്കോബ് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ യാക്കോബ് ഈ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വേണ്ടി എഴുതുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, താൻ അനുഭവിച്ച ആ ഒരു വേദന എന്തുവായിരിക്കും? ഞാൻ ഒരിക്കൽ എന്റെ സഹോദരനായ യേശുവിനെ ഞാനും തള്ളിപ്പറഞ്ഞവനാണ്. അവൻ ഈ ലോകത്ത് കടന്നു വന്ന പല കാര്യങ്ങളും ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ലോകത്തെ സ്നേഹിച്ചവനായി ജീവിച്ചപ്പോൾ ഞാൻ അവനെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇവന് ബുദ്ധിഭ്രമമായിരിക്കും. ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 13:57. അവിടെയും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഒരു കഥയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മത്തായി 13:57. യേശുവിനോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് എന്താ പറഞ്ഞത്? യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. ഈ കഥകളെല്ലാം നമ്മോട് പറയുന്നത്, യേശു ക്രിസ്തു ലോകത്തെ ദൈവത്തിന്റെ വേലയോടനുബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റെ കുടുംബക്കാർ തന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ഇത് ഭ്രാന്താണ്. പലപ്പോഴും അവർ, കുടുംബക്കാരെന്ന് പറഞ്ഞാൽ സഹോദരന്മാർ പോലും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ യാക്കോബും അതിലൊരു വ്യക്തിയായിരുന്നു. പല കാര്യങ്ങളും യാക്കോബ് കേട്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചേട്ടൻ ചേച്ചി അങ്ങനെ ആരെങ്കിലും ഉള്ളപ്പോൾ, ഇപ്പോൾ ഉദാഹരണം എനിക്ക് ചേട്ടൻ ഉണ്ടെന്ന് വെച്ചോ, ആ ചേട്ടൻ ഒരു 10-20 ഫോളോവേഴ്സ് കൂടെ ഉണ്ട്. ചേട്ടന്റെ വാക്ക് കേട്ട് പലരും കൂടെ പോകുമ്പോൾ എനിക്കൊരു ചെറിയ അസുഖം വന്നു എന്ന് വരാം. കാര്യം പലരും ഞങ്ങളുടെ കുടുംബക്കാർ തന്നെ വട്ടനാണ് എന്ന് പറഞ്ഞവനെ
പലരും ചുമലേറ്റിക്കൊണ്ട് നടക്കുന്നു, പലരും അവന്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ട് കടന്നു പോകുന്നു. എന്നാലോ സ്വന്തം കുടുംബത്തിൽ ഒരു വിലയുമില്ലാത്തവനായിരുന്നു. സ്വന്തം കുടുംബത്തിൽ ഒരു വിലയും ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതോടുകൂടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, ഞാൻ ഈ ആരാധനയിൽ കടന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിൽ കടന്നു വന്നാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? അപ്പോൾ മറ്റുള്ളവരുടെ ചില കാര്യങ്ങളിൽ നമ്മൾ മുഴുകി ജീവിക്കുന്നവരുണ്ട്. എന്നാലോ ഈ സത്യം എന്താണ് എന്നുള്ളത് വാതിക്കൽ വന്ന് നിൽക്കുന്നുള്ള സത്യവും നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാക്കോബ് തന്റെ ജീവിതത്തിൽ ഒരു നിമിഷം യാക്കോബിന്റെ ആ ഒരു ജീവിതത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ സ്വന്തം കുടുംബത്തിൽ വിലയില്ലാത്ത ഒരാളാണ് യേശു. അതോടുകൂടെ യഹൂദന്മാർ പറഞ്ഞിട്ടുണ്ട്, നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ കടന്നു വരുമോ? അപ്പോൾ ഇവരുടെ വീട് എവിടെയാ? യേശുക്രിസ്തു ശിഷ്യന്മാരും അമ്മയും പപ്പയും എവിടെയാ താമസിച്ചത്? ആദ്യം ആ ഒരു നസറത്തിൽ തന്നെ അവർ താമസിച്ചാണ്. അവരുടെ കുടുംബം അറിയപ്പെടുന്നത്, യേശുക്രിസ്തു അറിയപ്പെടുന്നത് നസറേനായ യേശു എന്നാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുവളർന്ന യാക്കോബിന് തന്റെ സഹോദരൻ ദൈവമാണ്, ഇല്ലെങ്കിൽ തന്റെ സഹോദരൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് തന്റെ സഹോദരൻ പറയുന്നത് എന്ന് വിശ്വസിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും നല്ല തീരുമാനങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നന്മയിലേക്ക് നമ്മുടെ കാതുകളെ വഴിതിരിച്ചു വിടുമ്പോൾ പലരുടെയും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായി തീരും. നീ എന്തിനാ പോകുന്നത്? ഇല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ വിലയില്ലാത്തവനാണ്. ഇന്ന് ചിലപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. യേശുക്രിസ്തുവിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മുടെ കൂടെ താമസിക്കുന്നത് മാത്രമല്ല, യേശുക്രിസ്തു ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിച്ചതാണ്. പക്ഷേ കുടുംബം എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ടവരാണ്. നമ്മൾ ഒരു നിമിഷം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ കൈക്കൊണ്ടവരുടെ ഇടയിൽ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ഇല്ല എങ്കിൽ യേശുവിന്റെ സ്ഥാനം അവിടെ എന്തായിരിക്കും? അവിടെ നമ്മളും ഒരിക്കൽ യഹൂദന്മാർ ചെയ്ത പോലെ തന്നെ, ഒരിക്കൽ യേശുവിന്റെ ഭവനക്കാർ ചെയ്ത പോലെ തന്നെ നമ്മളും യേശുവിനെ കണ്ടിട്ടും കാണാതെ, യേശുവിന്റെ വചനങ്ങൾ കേട്ടിട്ടും അത് കേൾക്കാതെ ജീവിക്കുന്നവരാണ് എങ്കിൽ യാക്കോബ്, ഇല്ലെങ്കിൽ യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാര്, ഇല്ലെങ്കിൽ ചാർച്ചക്കാരെ യേശുവിനെ കണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. അവന് ബുദ്ധിഭ്രമമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് നമ്മൾ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രഭാഷണങ്ങളും ആ ഒരു കാലത്തുള്ള ചില പ്രഭാഷണങ്ങളെ മറച്ചിട്ടുകൊണ്ടായിരുന്നു. അന്നുവരെ പലരും പറഞ്ഞു, നമ്മൾ മോശയുടെ ആജ്ഞപ്രകാരം ജീവിച്ചാൽ ശുദ്ധീകരണമുണ്ട്. പല കാര്യങ്ങളും വിശ്വസിച്ച് ജീവിച്ച ഒരു ജനതയുടെ മുന്നിലേക്കാണ് യേശുക്രിസ്തു വന്ന് താൻ ചില സത്യങ്ങൾ പറഞ്ഞത്. അതാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 വചനങ്ങൾ, അധ്യായങ്ങൾ. അതേ അധ്യായങ്ങളെ തന്നെ വിവരിച്ചുകൊണ്ട്, അതേ അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിവരിച്ചുകൊണ്ട് യാക്കോബ് തന്റെ 5 അധ്യായങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഒരിക്കൽ ഞാൻ ത്യജിച്ചു കളഞ്ഞ സത്യം എത്ര വിലയേറിയതായിരുന്നു എന്ന് തനിക്ക് മനസ്സിലായ ഒരു അനുഭവമുണ്ട്. എന്ന് വെച്ചാൽ താൻ കേട്ട എല്ലാ കാര്യങ്ങളെയും താൻ ആലോചിക്കുകയാണ് ഇരുന്ന്. അതോടുകൂടെ തനിക്ക് ഈ ലോകത്തോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. സത്യം നിങ്ങളുടെ മുന്നിൽ കിടക്കുമ്പോൾ അതിനെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരെ വഞ്ചിക്കുന്നു എന്നുള്ള കാര്യം താൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. തന്റെ മുന്നിലും ഈ സത്യത്തിന്റെ പ്രഭാഷണങ്ങൾ താനും കേട്ടതാണ്. പക്ഷെ ലോകത്തുള്ളവരുടെ ചില വാക്കുകൾ കേട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി ജീവിച്ചത് താൻ തന്നെ വഞ്ചിച്ചതായിരുന്നു എന്ന് യാക്കോബിന് വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് സാധിച്ചു. അപ്പോൾ യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ താൻ ഒരു സഭയുടെ അധിപതിയായിട്ട്, ഒരു പുരോഹിതനായിട്ടിരിക്കുമ്പോഴാണ് താൻ എഴുതിയത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 2-ാം അധ്യായം 9-ാം വചനത്തിൽ യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ആ സഭയുടെ പില്ലർ, ആ സഭയുടെ തൂണുകളായിരുന്നു എന്നാണ്. തൂണുകൾ എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് വേണ്ടുന്ന എല്ലാവിധമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടരിലായിരുന്നു യാക്കോബും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് തന്റെ ആ പഴയ ജീവിതം തന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം താൻ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കുണ്ടായ വേദന, ആ വേദന മറ്റൊന്നുമല്ല, താൻ ഇത്രയും നാളും വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കുടുംബത്തിൽ നിന്ന് കേട്ട ചില വാക്കുകളാൽ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ സഭകളിൽ നിന്ന്, താൻ ജീവിച്ച സ്ഥലത്ത് നിന്ന് താൻ കേട്ട ചില കാര്യങ്ങൾ താൻ തന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്ന് യാക്കോബിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇന്ന് നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, കൂടുതലും
നമുക്ക് വേണ്ടി എന്തെങ്കിലും നൽകിത്തരം ചില വാഗ്ദത്തങ്ങൾ ദൈവം നൽകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പൂർണ്ണ ഹൃദയത്തോടെ ആ മെസ്സേജുകൾ നമ്മൾ കേൾക്കും. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്നത് എന്താണ് എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ആ ആലോചന പ്രകാരം നടക്കാതെ ഇരുന്നാൽ ആ വാഗ്ദത്തത്തിന്റെ നന്മ നമുക്ക് ലഭിച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും വാക്ക് മാറത്തില്ല. വാക്ക് മാറുന്നവർ ചിലപ്പോൾ നമ്മളായിരിക്കും. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത്രയും നാളായിട്ട് സംഭവിച്ചിട്ടില്ലോ, ഇനി സംഭവിക്കുമോ. അതോടുകൂടെ നമ്മൾ പലരുടെയും വാക്കുകൾ അതിലേക്ക് എടുത്തിട്ട് നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇനി ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ നടക്കാൻ സാധ്യത ഇല്ലാത്തടത്ത് പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ കേൾക്കും. അതാണ് സാക്ഷ്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പലരുടെയും ജീവിതത്തിൽ ദൈവം നൽകിക്കൊടുത്ത സാക്ഷ്യം നമ്മൾ ചിലപ്പോൾ നമ്മളെ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മളെ ഒന്നും കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ഞാൻ ചിന്തിച്ചത്, അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ശൗൽ എന്നായിരുന്നു അറിയപ്പെടുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം കഴിഞ്ഞ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ കാണുന്നത് അതേ വ്യക്തി തന്നെ പലരുടെയും മുന്നിൽ നിന്ന്, എന്ന് വെച്ചാൽ ഒരു സമയത്ത് താൻ ഏതൊക്കെ സഭയുടെ മുന്നിൽ ഏതൊക്കെ സിനഗോഗിൽ പോയി പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവരെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ അതേ വ്യക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരിക്കൽ കയറി ചെന്നിട്ട് പറയുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ തന്നെ കേട്ടിരുന്നവർ തന്നെ എങ്ങനെ സ്വീകരിച്ചു കാണും? അതേ ഒരു അവസ്ഥയാണ് നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. പലരും തന്നോട് ചോദിച്ചു കാണും, ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ ചിന്തിക്കുകയാണ്, പലരും തന്നോട് ചോദിച്ചു കാണും, നിന്റെ കുടുംബക്കാരനെ തന്നെ നീയല്ലേ ആദ്യം ത്യജിച്ച് ജീവിച്ചത്? നിന്റെ മുന്നിൽ ഈ സത്യം ഉണ്ടായിട്ടും നീ തന്നെയല്ലേ ആദ്യം വിശ്വസിക്കാണ്ടിരുന്നത്? ഇപ്പോൾ നീ പുരോഹിതനായ ശേഷം കടന്നു വന്നിട്ട് പറയുകയാണ് ഇതിൽ ഇല്ലെങ്കിൽ ഇതാണ് സത്യം, യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യം നീ പറയുമ്പോൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന്. അതുകൊണ്ടാണ് അതിന്റെ 1-ാം അധ്യായം 2-ാം വചനത്തിൽ താൻ ഒരു വാക്യം കൂടെ എഴുതി വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായം അതിന്റെ 2-ാം വചനം, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണും. ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടനഷ്ടങ്ങളെ കുറിച്ചൊന്നും അല്ല പരീക്ഷയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ കൂട്ടിക്കളയത്തക്ക വിധം ചില വചനങ്ങൾ, ചില വാക്കുകൾ പലവിധമായി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിനുശേഷം എഴുതി വെച്ചിരിക്കുന്നു 12-ാം വചനം, 1-ന്റെ-12-ാം വചനം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇവിടെയും പരീക്ഷ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടത്തിന്റെയോ നഷ്ടത്തിന്റെയോ അനുഭവത്തെ കുറിച്ചല്ല. താൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ സത്യത്തെ വിശ്വസിച്ച് ഞാനും നിങ്ങൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഉണ്ടാകും ഇത് ഞാൻ കേട്ട വചനം സത്യമാണ് എന്നുള്ളത്. പക്ഷേ അതിനെ പരീക്ഷിക്കുന്ന വിധത്തിൽ പലവിധമായ വാക്കുകൾ നമ്മുടെ സ്വന്തം കുടുംബക്കാരിൽ നിന്നും സ്വന്തം ചർച്ചയിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടിടയാകും. അപ്പോൾ നമ്മൾ എങ്ങനെ ആ ഒരു സന്ദർഭത്തെ നേരിടണം എന്നുള്ളതാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം താൻ ഒരു കാര്യം പറയുന്നു. അതിന്റെ 2-ാം അധ്യായം 1-ാം വചനം, സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം ഇതും യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. താൻ ഒരിക്കൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് താൻ വിളിച്ചു വരുമ്പോൾ പറയുന്നത്. ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത്. 3-ാം അധ്യായം 1-ാം വചനം, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. 2-ാം വചനം കൂടെ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനാണ്. 4-ാം അധ്യായം 11-ാം വചനം, നിങ്ങളുടെ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? 5-ാം അധ്യായം 11-ാം വചനം, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ.
അതിന്റെ 5-ാം അധ്യായം 19-ാം വചനം നമുക്ക് ലാസ്റ്റ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വായിക്കാം. അപ്പോൾ താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായി എന്ന് വിചാരിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെയാണ് താൻ പറയുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാം അധ്യായം 1-ൽ, ഈ സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അതിന്റെ 3-ാം അധ്യായം 1-ാം വചനം, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ചില കാര്യങ്ങൾ ആകരുത് എന്ന് താൻ പറയുന്നുണ്ട്. 4-ാം അധ്യായം 1-ാം വചനം, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഒരു ചോദ്യമാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗച്ചേർക്കകളിൽ നിന്നല്ലയോ? അപ്പോൾ താൻ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന പല സന്ദർഭങ്ങളെയും വരച്ചു കാണിക്കുന്നത് ഒരിക്കലും താൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ല, താൻ തൻ്റെ കുടുംബത്തിൽ നിന്നപ്പോൾ തന്നെ ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളാണ്. സ്വന്തം സഹോദരനെ ഒരു റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു ആദരവോടെ സ്വീകരിക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. പലരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് സ്വന്തം സഹോദരനെ ഇവൻ വട്ടനാണ്, ഇവരെ കൊണ്ടൊന്നും പറ്റുകയില്ല. അതോടുകൂടെ തന്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവർ കടന്നു വരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു നന്മയും കടന്നു വരത്തില്ല എന്നാണ് അന്ന് ആ സ്ഥലത്ത് നസറേത്തിൽ ജീവിച്ചിരുന്ന പലരും വിശ്വസിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ യാക്കോബിന്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചത് എവിടെയാണ് എന്ന് വെച്ചാൽ, ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി. ഒരു വ്യക്തിപരമായ ഒരു ദർശനം ഇല്ലെങ്കിൽ ഒരു സന്ദർശനം താൻ സഹോദരനാക്കി അല്ലെങ്കിൽ സഹോദരനായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അതേ വ്യക്തിയെ താൻ രുചിച്ചറിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 7-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 15:7. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യേശുക്രിസ്തു പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തു പ്രവചനങ്ങൾ പറയുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു ഈ പ്രസംഗിക്കുന്നതിനെയും പ്രവചിക്കുന്നതിനെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ പലരും ഈ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ടിടയാകും. അതുകൊണ്ട് യാക്കോബ് ഇന്നുള്ള ഈ ഒരു സഭയോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: വിശ്വാസത്തിന്റെ പ്രവൃത്തികളില്ല എങ്കിൽ ഒരു മരവിച്ച അവസ്ഥയിലൂടെ ആയിരിക്കും ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി സംഭവിക്കുവാനായിട്ട് ഞാനും നിങ്ങളും മുന്നോട്ട് നിന്നില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു തണുത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ എഴുതിയിരിക്കുന്നത് 15-ാം അധ്യായത്തിന്റെ 7-ാം വചനത്തിൽ, യേശുക്രിസ്തു യാക്കോബിന്റെ മുന്നിൽ നിന്ന് പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ടാകും, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പല നിന്ദകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ആ ക്രൂശിനോട് യാക്കോബ് അടുത്തപ്പോഴാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായത്: ഞാൻ ത്യജിച്ചിരുന്നത്, ഈ ലോകത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയൊരു സത്യത്തെ ആയിരുന്നു. ഞാൻ ഈ ലോകത്തിൽ മാറ്റി നിർത്തിയത് ഞാൻ അറിഞ്ഞ സത്യത്തെ ആയിരുന്നു. ആ സത്യം എന്റെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് യാക്കോബിനുണ്ടായ അനുഭവമാണ്. അതോടുകൂടെയാണ് താൻ അവസാന വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. 5-19 വചനത്തിൽ താൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്: സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ യാക്കോബിന് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. തന്റെ സഹോദരൻ പ്രവചിച്ച കാര്യങ്ങൾ, തന്റെ സഹോദരൻ പ്രഘോഷിച്ച കാര്യങ്ങൾ only എന്ന് വെച്ചാൽ താൻ പ്രസംഗിക്കുക മാത്രമല്ലായിരുന്നു. താൻ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 3:16, ഞാൻ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ഞാൻ പാപികളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിവർത്തിയോടുകൂടെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഒരു യഹൂദനായിരുന്ന യാക്കോബ് വിചാരിച്ചു കാണും, ഇവൻ വട്ട് തന്നെയാണ്, ഇവന് കൂടെ ഒന്നും സംഭവിക്കത്തില്ല എന്ന്. പക്ഷേ താൻ ആ ക്രൂശിൽ കിടന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ, തന്റെ സഹോദരൻ ക്രൂശിൽ കിടന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ തനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പാടുണ്ടായി: ഞാൻ അറിഞ്ഞത് സത്യമായിരുന്നു, ഞാൻ മാറ്റി നിർത്തിയത് സത്യമായിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ ലേഖനത്തിലൂടെ പറയുന്നത്, സമയം അധികമില്ല, സത്യം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ആ സത്യത്തെ രുചിച്ചറിഞ്ഞ് അതിൽ വിശ്വസിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും തീരണം.
അപ്പോൾ ഈ ഒരു വ്യൂവിൽ നിന്ന്, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യാക്കോബ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ താൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കമാൻഡ്മെന്റ്സും, കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞത് ചില കാര്യങ്ങൾ ചെയ്യരുത് 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 എന്ന് താൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു വചനം ഇല്ലെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനം എടുത്ത് ചില സഭകളിൽ എവിടെയെങ്കിലും നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ പാസ്റ്ററുമായിട്ടുള്ള പിണക്കം ഉണ്ടായിട്ട് പാസ്റ്റർ പ്രസംഗിക്കുകയാണെന്ന് ആൾക്കാർ വിചാരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും മുൻ ചിന്തകൾ പാസ്റ്റർമാർക്കോ വിശ്വാസികൾക്കോ ഉണ്ടായിത്തീരും. പക്ഷേ യാക്കോബ് ഇത് പറയുമ്പോൾ തനിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊന്നും നോക്കുവാനായിട്ടില്ല. കാരണം ഞാൻ ത്യജിച്ച് ജീവിച്ചിരുന്നത് വളരെ വിലയേറിയ ഒരു സത്യത്തിന്റെ ഒരു വചനത്തെ ആയിരുന്നു. ആ വെളിപ്പാടിനോടുകൂടെയാണ് യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവിക്കുമ്പോൾ ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന്. ഇതിന് ശേഷം ഞാൻ യാക്കോബ് എഴുതിയ ലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ മുഴുവൻ വചനങ്ങളിൽ നിന്ന് വായിച്ചു നോക്കിയപ്പോൾ തന്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നമ്മൾ ഓരോരുത്തരും നഷ്ടപ്പെടരുതെന്നുള്ള വേദനയോടുകൂടെയാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിൽ തന്നെ പറയുന്നത്, ചിതറി പാർക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ എന്ന് വെച്ചാൽ സത്യത്തെ അറിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് മാറിപ്പാർക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു നഷ്ടത്തെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സത്യം കേട്ടിട്ടും സത്യത്തെ ത്യജിച്ച് ജീവിക്കുന്ന ഒരു ജനം, അവരോടാണ് യാക്കോബ് എഴുതുന്നത്. അതോടുകൂടെ താൻ എഴുതുമ്പോൾ ആ യെരുശലേം സഭയിൽ വളരെ വലിയ പുരോഹിതന്മാരും വലിയ സാറന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് താൻ എഴുതിയത്. അത് തന്റെ കഥ, മുന്നോട്ടുള്ള കഥ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. താൻ യേശുവിന്റെ ഒരു സാക്ഷിയായി തീരുവാനായിട്ടാണ് ഇടയായത്. എന്ന് വെച്ചാൽ പലരും തന്നെ ത്യജിക്കുകയുണ്ടായി. പക്ഷേ താൻ എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ വായിക്കുന്നു. ചിലപ്പോൾ ഇതിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെയാണ് അതിൽ കാണപ്പെടുന്നത്. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞാൽ നോയും, യെസ് എന്ന് പറഞ്ഞാൽ, ഇത് യാക്കോബ് പറഞ്ഞതല്ല, തന്റെ സഹോദരൻ യേശു കർത്താവ് പറഞ്ഞ കാര്യം യാക്കോബ് വീണ്ടും എടുത്ത് ചിതറിപ്പാർത്തിരിക്കുന്ന ജനത്തോട് പറയുകയാണ്. എന്നാൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ ജീവിക്കുകയും ചെയ്യുന്നവരോടാണ് ഈ വചനങ്ങൾ യാക്കോബ് എടുത്ത് പറയുന്നത്. അപ്പോൾ യാക്കോബിന്റെ മുഖ്യമായിട്ടുള്ള സന്ദേശം ഇതാണ്: വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ ഈ ചിതറിപ്പാർക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകുകയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ വചനങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കുന്നു, എല്ലാവരും കൺവെൻഷനുകൾ എല്ലാം നടത്തുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, നമുക്ക് യാക്കോബിന്റെ ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്. പലരുടെയും പല വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇപ്പോഴും പലരും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ. വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും പലരുടെയും വാക്കുകൾ കേട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എങ്കിൽ, 3-ാം അധ്യായത്തിൽ പറയുന്നു 13-ാം വചനത്തിൽ, ബുദ്ധി ഇല്ല എങ്കിൽ ഇല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ബുദ്ധി തരുന്നവനായ ആ സ്വർഗസ്ഥനായ കർത്താവിലേക്ക് നോക്കി ആ ബുദ്ധിയെ പ്രാപിക്കുക എന്നാണ് താൻ പറയുന്നത്. താനിത് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില മൂപ്പന്മാർക്കും ചില പുരോഹിതന്മാർക്കും ഇത് കൊള്ളുന്ന വചനങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. കാരണം അവർ പറയുകയുണ്ടായി, ഞങ്ങൾ പഴയ യഹൂദ ആ ഒരു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് അത് പാലിച്ചു പോകുന്നവരാണ്. അവരോട് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പാലിക്കുന്നു എന്ന് പറയുകയും അതിന് വ്യതിരേകമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരിൽ നിന്ന് വന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരുന്നു. 1-ാം അധ്യായം അതിന്റെ 16-ാം വചനം. 1-ാം അധ്യായം അതിന്റെ 16-ാം വചനം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. അപ്പോൾ ആരെ വഞ്ചിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ലേഖനത്തിൽ നിന്ന് മനസ്സിലായി. അതോടുകൂടെ 17-ാം വചനം കൂടെ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതി ഭേദത്തിലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യാക്കോബ് പറയുന്നത് ആ സത്യത്തിന്റെ വചനത്തിൽ ജനിച്ച ഒരവസ്ഥ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ചാണ്. ആ സത്യത്തെ അറിഞ്ഞതിന് ശേഷം ആ സത്യത്താൽ വീണ്ടും ജനിച്ച ഒരവസ്ഥ ഇല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നുള്ള സത്യം കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ നിക്കോദിമോസിന്റെ കഥ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്.
താൻ ഇരുട്ടിൽ കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ അടുത്ത് കടന്നു വന്നുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിക്കോദിമോസിന്റെ ജീവിതത്തിലും യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ അതേ അനുഭവം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാണ് താൻ ക്രൂശിൽ ആ സ്നേഹത്തെ കണ്ടത്, എന്നാണ് താൻ ക്രൂശിൽ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത്. 19-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, താൻ തനിക്കുള്ളതെല്ലാം വിട്ടിട്ട്, തന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് താൻ മുന്നോട്ട് കടന്നു വന്ന് അമൃത ശരീരത്തെ എടുത്തുകൊണ്ട് താൻ അവിടെ ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അനുഭവം, സത്യത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് അതിൽ വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ വാഗ്ദത്തങ്ങൾ മുടങ്ങിക്കിടക്കുന്ന പോലെ കിടക്കുമായിരിക്കും. കാരണം വിശ്വസിച്ചാൽ മാത്രം പോരാ, ഒത്തുള്ള പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം എന്നുള്ളതാണ് യാക്കോബ് എഴുതിയ ലേഖനം കാണുന്നത്. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറയുന്നത്, ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ ചില സ്ഥലങ്ങളുണ്ട് ഇരിക്കേണ്ടാത്തത്. ചില സ്ഥലങ്ങൾ നമുക്ക് വളരെ അനുയോജ്യമായി തോന്നും, ഞാൻ ഇവിടെ ഇരുന്നാൽ നല്ലതാകുമെന്ന്. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ സാറ് വായിച്ചത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഈ ഒരു സന്ദേശത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടി എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സാർ കടന്നു വന്ന 1-ാം സങ്കീർത്തനം വായിച്ചത്. അവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. അവൻ കായ്ക്കും, അവന്റെ തണലിൽ പലരും വന്ന് ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ കാണുവാനായിട്ട് ഇടയായി തീരും. പക്ഷേ ദുഷ്ടന്മാരുടെ വഴിയിൽ നടന്നുകൊണ്ട് അതാണ് എന്റെ വഴി എന്ന് ജീവിക്കുന്നവരുമുണ്ട്. അവർ തന്നെത്താൻ വഞ്ചിക്കുന്നു. 1-ാം അധ്യായം 16-ാം വചനം, ആരെ വഞ്ചിക്കുന്നുള്ള കാര്യം ഒരിക്കലും നമ്മുടെ ശത്രുക്കളോ മറ്റുള്ളവരോ അല്ല നമ്മളെ വഞ്ചിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളാൽ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥയാണ്. ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മോട് തന്നെ തോന്നും, ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഉപവാസ പ്രാർത്ഥന എനിക്ക് ഈ ഒരു അനുഭവത്തിലൂടെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. പല കാര്യങ്ങൾ ദൈവം വാഗ്ദാനത്തിലൂടെ നൽകിയിട്ടുണ്ടെങ്കിലും എനിക്കും എവിടെയോ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കേട്ടത്, ദൈവമായി മാറ്റിക്കളഞ്ഞതെല്ലാം ദൈവമായി തിരിച്ചു കൊണ്ടുവരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കണം. ആ ഒരു തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കും. അതാണ് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ. അപ്പോൾ താൻ വളരെ വേദനയോടാണ് ഈ സന്ദേശം ഈ ലോകത്തുള്ള എല്ലാവരോടും വിളിച്ചു പറയുന്നത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്കൊരിക്കൽ നഷ്ടപ്പെട്ട ഒരു സത്യത്തിന്റെ അനുഭവമുണ്ട്. അത് ഞാൻ അന്ന് ത്യജിച്ച് ജീവിച്ചത് എന്റെ ചാർച്ചക്കാരുടെ വാക്കും എന്റെ പള്ളിക്കാരുടെ വാക്കും എല്ലാവരുടെ വാക്കുകളും കേട്ടുകൊണ്ടാണ്. അതിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ക്രൂശിന്റെ അനുഭവത്തിലേക്ക് അടുത്തു വന്നത്. ആ ക്രൂശിന്റെ അനുഭവത്തിലേക്ക് അടുത്തു വന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരേ ഒരു ആലോചനയെ കടന്നു വന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് അവരും പ്രാർത്ഥിക്കുവാനായിട്ടിടയായത്. അതിനുശേഷമാണ് അവരും ഒരുമിച്ച് കൂട്ടായ്മയായിട്ടിരുന്ന ആ പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ നിറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാനിത് ആരെയും പൊള്ളിച്ചുകൊണ്ടോ ആരോടോ ആരോപണമായിട്ടോ പറയുന്ന കാര്യങ്ങളല്ല. തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ, തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ സത്യത്തിന്റെ ജനനം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള കാര്യമാണ് യാക്കോബ് നമ്മളോട് വിളിച്ചു പറയുന്നത്. ലോകമെമ്പാടും സുവിശേഷ പ്രവർത്തകർ സുവിശേഷമായിട്ട് കടന്നു പോകുമ്പോൾ പലരും അവരെ നോക്കി പറയുന്നത്, ഇത്രയും അടിയും പിടിയും എല്ലാം സഹിച്ചതിന് ശേഷവും ഇവർ എന്തുകൊണ്ട് വീണ്ടും, നമ്മൾ ഈ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി 70 പേരെ കഴുത്തറുത്ത് കൊന്നത് ഉഗാണ്ട എവിടെയാണെന്ന് തോന്നുന്നു. അതോടുകൂടെ ഛത്തീസ്ഗഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാസ്റ്റർമാരെയൊക്കെ സുവിശേഷമായി കടന്നുപോയവരെ വളരെയധികം പീഡിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആ ക്രൂശിനോട് അടുത്തപ്പോൾ, ആ സ്നേഹത്തെ അടുത്തറിഞ്ഞപ്പോൾ അവർക്ക് ഒരിക്കലും അറിഞ്ഞ സത്യത്തെ മൂടി വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചുകൊണ്ട് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ സഹോദരന്മാരെ, ഒരുത്തൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുത്തൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, ഇതോടുകൂടെ യാക്കോബ് തന്റെ ലേഖനത്തെ നിർത്തുമ്പോൾ താൻ പറയുന്നത്, എന്റെയും നിങ്ങളുടെയും കണ്ണിന് മുമ്പിൽ ആരെങ്കിലും അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, നശിച്ചു പോകുന്നു എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയാൽ, എന്റെയും നിങ്ങളുടെ ഒരു കടമയാണ് അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ചെന്നുകൊണ്ട് അവനോട് ഈ സത്യത്തിന്റെ വചനത്തിന്റെ ആഴത്തിൽ നിന്ന് ഒന്നുകൂടെ സംസാരിക്കണം എന്നുള്ളത്.
അങ്ങനെ സംസാരിക്കണം എന്ന് ഉള്ള കാര്യം നമുക്കറിയാമെങ്കിൽ വിശ്വാസത്തിന്റെ ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസത്തിന്റെ ജീവിതമില്ലാതെ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു ഉപയോഗമില്ല എന്നുള്ള കാര്യം കൂടെ, സത്യാവസ്ഥ കൂടെ യാക്കോബിന്റെ ലേഖനത്തിലൂടെ പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു ഉണർവിലേക്ക് നമ്മളെ നയിക്കണം. അങ്ങനെ നയിച്ചില്ല എങ്കിൽ ഒരിക്കൽ കർത്താവ് തന്റെ തിരിച്ചുവരവിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കും, നീ നിന്റെ കർത്തവ്യം ചെയ്യാത്തത് എന്ത്? യാക്കോബിന് അന്ന് നഷ്ടമായത് ഇന്ന് സത്യത്തെ അറിഞ്ഞതിന് ശേഷം, സത്യത്തിന്റെ വചനം കേട്ടതിന് ശേഷം അതിനെ തുച്ഛീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനത കർത്താവിന്റെ രണ്ടാം വരവിൽ എല്ലാ മുഴങ്കാലുകളും അവന്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ നമ്മളിൽ പലരും സത്യത്തെ ത്യജിച്ച് ജീവിച്ചവരുണ്ടെങ്കിൽ നമ്മൾ അന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരും. ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയായിരുന്നു, പലരുടെയും വചനങ്ങൾ വാക്കുകൾ കേട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ നിങ്ങൾ വരണ്ട എന്നുണ്ടെങ്കിൽ കേട്ട വചനത്തെ, കേട്ട സത്യവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ വചനത്തിന്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. അതിനെ ദൈവം നമ്മൾ ഓരോരുത്തരെയും വരും ദിവസങ്ങളിൽ ഉപയോഗിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ വചനത്തെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോടൊക്കെയാണോ ഈ വചനത്തിന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് അടിയനെ അങ്ങയോട് നിർത്തിയത്, അത് പൂർത്തീകരിക്കുവാനായിട്ട് അങ്ങ് അടിയനെ നൽകി തന്ന ശക്തിക്കായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ഈ സത്യത്തിന്റെ അനുഭവം, ഈ സത്യത്തിന്റെ ജനനം കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരായി മാത്രമല്ല, ഈ കേട്ട വചനത്തിന്റെ പ്രവർത്തികൾ ഞങ്ങൾ ഓരോരുത്തരിലും വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാണിക്കുന്നവരായി തീരുമാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലരുടെയും ജീവിതത്തിൽ ഈ സത്യത്തിന്റെ വചനം കേട്ടിട്ടുണ്ട്, സത്യം മുന്നമേ നിൽക്കുന്നു, പക്ഷേ ചിതറിപ്പാർക്കുന്ന ഒരു അവസ്ഥ അവരെ പുറകോട്ട് നയിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ ഈ സത്യത്തിന്റെ ഒരു ജനത്തിന്റെ അനുഭവത്തിലേക്ക് അവരെ കൂട്ടി വരുത്തുവാനായിട്ട് ഉപയോഗപ്പെടുത്തുവാനാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ചെറിയ കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും ഈ കൂട്ടായ്മ കടന്നു വരുവാനും വരും ദിവസങ്ങളിൽ ഈ കൂട്ടായ്മയുടെ നന്മകൾ പലരും അനുഭവിക്കുന്നവരെ തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രണ്ടാം വരവിൽ വഞ്ചിക്കപ്പെട്ടവനായിട്ടല്ല, അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ കൂടെ നിൽക്കുവാൻ യോഗ്യനായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, അടിയനെയും കേട്ട ഓരോ ഹൃദയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണ് പിതാവേ.